കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് ഡോക്ടറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് അങ്ങേയറ്റം വേദന ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ ഉച്ചയോടെ ആശുപത്രിയിലെത്തിയ സനൂപ് വടിവാൾ കൊണ്ട് ഡോക്ടറുടെ തലയിൽ വെട്ടുകയായിരുന്നു. എൻ്റെ മകളെ കൊന്നുകളഞ്ഞവനല്ലേ എന്ന് ചോദിച്ചായിരുന്നു ഇയാൾ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ബിപിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം അപകടനില തരണം ചെയ്തതായി പറയുന്നുണ്ട്. ഈ ആക്രമണത്തിൽ സനൂപിനെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണ നിയമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊല്ലണം എന്ന ലക്ഷ്യത്തോடு തന്നെയാണ് ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ചതെന്നും FIR പറയുന്നു. അതേസമയം ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം സനൂപ് ഏറെ അസ്വസ്ഥനായിരുന്നു എന്നാണ് ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇദ്ദേഹം കടുത്ത മാനസിക സംഘർഷം നേരിട്ടിരുന്നു. കുട്ടിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും നേരത്തെ റെഫർ ചെയ്തിരുമെങ്കിൽ ഒരുപക്ഷെ മകളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നതായും സനൂപിൻ്റെ ഭാര്യ പറയുന്നു. മകൾ നഷ്ടപ്പെട്ട ഒരു അച്ഛന് ചിലപ്പോൾ സമനില തെറ്റിപ്പോയിട്ടുണ്ടാകാം. അയാൾക്ക് ആ സമയത്ത് തോന്നുന്നത് ചികിത്സിച്ച ഡോക്ടറാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്നൊക്കെയാകാം. ആ അവസ്ഥയിൽ നടത്തിയ ഒന്നായിരിക്കണം ഈ ആക്രമണം. ഒരു പിതാവിൻ്റെ വിഷമം മനസ്സിലാക്കാമെങ്കിലും ഒരിക്കലും ഈ അതിക്രമത്തെ ന്യായീകരിക്കാനാകില്ല. സമനില കൈവരിക്കുമ്പോൾ, ആ പിതാവിന് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ കുറ്റബോധം കൊണ്ട് അയാൾ ആ ഡോക്ടറോട് ക്ഷമ ചോദിക്കും എന്ന് തന്നെ കരുതാം. ഈ സംഭവത്തിൽ അതിലും നല്ലൊരു പര്യവസാനം വേറെ ഉണ്ടാകില്ല. എന്നാൽ വിഷയത്തിൽ ക്ഷമ കൊടുക്കാൻ പറ്റാത്ത ഒരു കൂട്ടരുണ്ട്. ആ പിതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു നിന്ദ്യമായ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ, ഈ വെട്ട് മന്ത്രി വീണ ജോർജിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് അവൻ്റെ ചോദ്യം. അതൊരു ചോദ്യം മാത്രമല്ല, അതിൽ ഉത്തരവും കൂടിയുണ്ട്. അതെ, വീണ ജോർജിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ ചോദ്യം ചോദിച്ചവൻ. താൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെ കിട്ടിയപ്പോൾ അയാൾക്ക് സന്തോഷമായി. ഉടനെ ചാനലിലെ ഫ്ലോറിൽ ചാടിക്കളിക്കുന്ന സീനിയർ മാധ്യമപ്രവർത്തകൻ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഒരു ക്രൈം ചെയ്ത് പോലീസ് പിടിയിലായ പ്രതിയോട്, അല്ലെങ്കിൽ ഒരു നിരപരാധിയെ ആക്രമിച്ച ശേഷം നിൽക്കുന്ന ഒരു മനുഷ്യനോട് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, മന്ത്രി വീണ ജോർജിനോ എന്ന ചോദ്യം ചോദിച്ചവൻ എന്തായാലും സാധാരണ മനുഷ്യരിൽപ്പെട്ടവനല്ല. ഒരു ഡോക്ടറെ ആക്രമിച്ച സംഭവം ആരോഗ്യമന്ത്രിക്ക് ഡെഡിക്കേറ്റ് ചെയ്തു എന്ന തലക്കെട്ടോടെ ചാനലുകളിൽ വരുമ്പോൾ അത് ഡോക്ടർമാർക്കെതിരായ ആക്രമണങ്ങൾക്ക് പ്രേരണ നൽകുന്നതിന് തുല്യവുമാണ്. 94% മരണനിരക്ക് റിപ്പോർട്ട് ചെയ്യുന്ന മാരക രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ അസുഖം തുടക്കത്തിൽ കണ്ടെത്താനും പ്രയാസമാണ്. ഒരു ഡോക്ടറും തൻ്റെ രോഗി മരിക്കാൻ വേണ്ടി ചികിത്സിക്കില്ല. മകൾ നഷ്ടപ്പെട്ട വേദനയോടെ നിൽക്കുന്ന അച്ഛനെ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ ഡോക്ടർമാരെയും മനസ്സിലാക്കണം. ആശുപത്രി സംരക്ഷണ നിയമത്തിലെയും ഭാരതീയ ന്യായ സംഹിതയിലെയും പരമാവധി ശിക്ഷ നൽകേണ്ട ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നത്. അത് ഉറപ്പാക്കേണ്ടത് പോലീസും സർക്കാരുമാണ്. ആശുപത്രികളിൽ ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതും സർക്കാർ തന്നെയാണ്. ദിനംപ്രതി റേറ്റിംഗ് മത്സരത്തിൽ ഒന്നാമത് എത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തനത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലത്തെ ഈ ഡെഡിക്കേഷൻ ചോദ്യം. മൈക്കുമായി ഒരാളെ സമൂഹത്തിലേക്ക് ഇറക്കിവിടുമ്പോൾ അയാളുടെ മാനസിക നിലവാരം കൂടെ ചാനൽ മേധാവികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചില മഞ്ഞ ഓൺലൈൻ ചാനലുകൾക്ക് വേണ്ടി റോഡിൽ കാണുന്നവരോട് ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരും, തേർഡ് ക്ലാസ് സിനിമാ ചാനലുകാരെ പോലെ ക്യാമറ വേണ്ടാത്തയിടത്ത് ഫോക്കസ് ചെയ്യുന്നവരും നിങ്ങളെക്കാളൊക്കെ ഭേദമാണെന്ന് പൊതുജനത്തിന് പറയേണ്ടി വരും.